അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. നിങ്ങൾ ഇന്ന് മനസ്സിലാക്കിയേക്കാം ഈ ആഴ്ച അവസാനം ബന്ധുക്കളെയും കൂട്ടുകാരെയും സന്ദർശിച്ച് പഴയകാലം ഓർമ്മിക്കാമെന്ന്. പ്രതിഫലനവും ആത്മപരിശോധനയും ചെയ്തിരിക്കാം. കൂടാതെ ഇന്ന് നിങ്ങൾ വായിക്കുന്ന ബുക്കിൽ നിന്നും ധാരാളം ഉൾപ്രേരണകളും സമാധാനവും ലഭിക്കും. ഏരിസ് റൊമാൻസ്. ഇന്നത്തേത് ഒരു വളരെ വിശിഷ്ടപ്പെട്ട ദിനമായിരിക്കും. കാരണം നിങ്ങൾക്കടുത്തു വേണ്ടപ്പെട്ട ഒരാൾ ഇന്ന് നിങ്ങളുമായി കൂടുതൽ അടുക്കുവാനും അവരുമായുള്ള ബന്ധത്തിന് കൂടുതൽ ഗൗരവം വരുവാനും സാധ്യതയുണ്ട്. സ്നേഹം നിങ്ങളെ തേടി എത്തുന്നതിനാൽ ഇത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകും. എന്നിരുന്നാലും ഒരു സുരക്ഷാബോധമില്ലായ്മയുണ്ട്. അത് നിങ്ങളുടെ താല്പര്യത്തിന് അനുയോജ്യമായിരിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ഈ വക ചിന്തകളിൽ നിന്ന് ഒന്നകലുക. നിങ്ങളുടെ ബന്ധത്തെ ഇത് ബാധിക്കാതിരിക്കട്ടെ. ഏരിസ് കരിയർ. നിങ്ങളുടെ എതിരാളി നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കും. അതിനാൽ അവരുടെ ശ്രമങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള നടപടികൾ എടുത്തതായി ഉറപ്പുവരുത്തുക. തൊഴിൽ സ്ഥലത്ത് നിങ്ങൾ ഇന്ന് മികച്ച നിലയിലായിരിക്കുക. നിങ്ങളുടെ പിൻഭാഗത്ത് പോയി നിങ്ങളെ മോശമാക്കുന്നതിനായി ശ്രമിക്കുന്നവരെ കണ്ടെത്താൻ നിങ്ങൾ ജാഗരൂകനായിരിക്കണം. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസമുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേണ്ടത് ചെയ്യുക. ഏരിസ് ഫൈനാൻസ്. സാമ്പത്തിക രംഗത്തെ ഇപ്പോഴത്തെ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നും പുറത്തു കടക്കുവാനായി നിങ്ങൾ നിങ്ങളുടെ സമയത്തിന്റെ നല്ലൊരു ഭാഗം പ്ലാനിങ്ങിനും തീരുമാനങ്ങൾ എടുക്കുവാനുമായി ചിലവഴിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ ഔദ്യോഗിക വൈദഗ്ധ്യവും മനസ്സുറപ്പും വഴി ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾ പുറത്തു കടക്കും. ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളും നല്ലതായിരിക്കണമെന്നില്ല. ഇടയ്ക്കൊക്കെ ചില ബുദ്ധിമുട്ടുകളും വന്നുചേരും. മനസ്ഥൈര്യം കൈവിടാതെ ഇവയെ നേരിടുക. നിങ്ങൾക്കാവുന്ന വിധത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുക. ഏരിസ് ഹെൽത്ത്. നെഞ്ചിനെ ബാധിക്കുന്ന ചുമ, ഇൻഫെക്ഷൻ തുടങ്ങിയ അസുഖങ്ങൾ ശ്രദ്ധിക്കുക. കഠിനമായ തണുപ്പ് അല്ലെങ്കിൽ കഠിനമായ ചൂടുള്ള അവസ്ഥകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. അതുപോലെ തന്നെ ട്രാഫിക്കിന്റെ മലിനീകരണത്തിൽ നിന്നും ആവശ്യമെങ്കിൽ ഒരു തുണി കൊണ്ട് വായ് മൂടുക. ഇന്നത്തെ ദിനം യാതൊരു കാരണവശാലും പുകവലിക്കരുത്. അസുഖം തോന്നുന്നുവെങ്കിൽ ആവശ്യത്തിന് വിശ്രമിക്കുക. സമാധാനം ലഭിക്കും. ടോറസ് ഓവർവ്യൂ. സാമൂഹ്യ കാര്യങ്ങൾ കണ്ടെത്തുന്നതിൽ നിങ്ങൾ ഇന്ന് തൽപരനായിരിക്കും. അധികം ഉന്നമനമില്ലാത്ത ജനതയെക്കുറിച്ച് പണവും സമയവും പ്രയത്നവും ഇന്ന് ദാനം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇന്ന് ദിവസത്തിന്റെ അവസാനം വളരെ നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തിനോട് തന്നെ ആശങ്കയായിരിക്കും. ടോറസ് റൊമാൻസ്. ഈയിടെ നിങ്ങളൊരു ബന്ധം തുടങ്ങിയെങ്കിൽ ഇന്ന് ആ ബന്ധം ഒരു വളവ് തിരിഞ്ഞ് ഒരു നല്ല ദീർഘകാല ബന്ധത്തിലേക്കുള്ള പാതയിലേക്ക് നീങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. ഈ വികാരങ്ങൾ കുറച്ചു കാലമായി കെട്ടിപ്പടുക്കുവാൻ തുടങ്ങിയിട്ട് നിങ്ങളുടെ പ്രയത്നങ്ങൾ ഈ ബന്ധത്തിന് ഒരു നല്ല അടിത്തറയും ഇട്ടിരിക്കുന്നു. എങ്ങോട്ടാണ് ഈ യാത്ര എന്നതിനെക്കുറിച്ച് വ്യക്തമായ ബോധമുണ്ടാകുക. കാരണം ഇപ്പോൾ വികാരത്തിന്റെ തള്ളിക്കയറ്റം തന്നെ ഉണ്ടാകും. ടോറസ് കരിയർ. നിങ്ങളുടെ ജോലിയെക്കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കുവാനുള്ള സമയമായിരിക്കുന്നു. നിങ്ങൾ കാര്യങ്ങൾ കൂടുതൽ ഉറപ്പിച്ച് പറയേണ്ടിയിരിക്കുന്നു. എല്ലാ വശങ്ങളെയും കുറിച്ച് ചിന്തിക്കാതെ ജോലി മാറുന്നത് ഒന്നിനും ഒരു പരിഹാരമായിരിക്കേയില്ല. നല്ല അവസരങ്ങൾ ഒരുപാട് നിങ്ങളെ തേടിയെത്തും. എന്നാൽ നല്ല രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുവാനായാൽ മാത്രമേ അവ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയുള്ളൂ. അവസരങ്ങൾ നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. ഒരിക്കൽ നഷ്ടപ്പെട്ട ഒരവസരം പിന്നീട് ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ഓർത്തിരിക്കുക. ടോറസ് ഫൈനാൻസ്. അധിക വരുമാനത്തിന്റെ രൂപത്തിൽ തിരിച്ചെത്തും. ഇന്ന് ജോലിസ്ഥലത്ത് ആവതിൽ നല്ലത് ചെയ്യുക. കാരണം ഇന്ന് എല്ലാ കണ്ണുകളും നിങ്ങളുടെ മേലാണ്. ഒരുപക്ഷെ നിങ്ങൾ അതറിയുന്നില്ല. എന്നാൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങളെ നിരീക്ഷിക്കുവാനും നിങ്ങളുടെ പ്രകടനങ്ങൾ നിരീക്ഷിക്കുവാനും കണ്ണുകളുണ്ട്. അവർ നിങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ നടത്തുന്നുമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജോലി നല്ലതുപോലെ ചെയ്യുക. ബാക്കിയെല്ലാം താനേ നന്നാകും. ടോറസ് ഹെൽത്ത്. ശുഭകാര്യങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകും. മനസ്സിൽ കുടിയേറുന്ന ശുഭചിത്രങ്ങൾ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ ഉപകാരപ്രദമാക്കുക മാത്രമല്ല നമ്മുടെ ശാരീരിക സ്വാസ്ഥ്യത്തെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ ആകാവുന്ന ശാരീരിക സ്വാസ്ഥ്യം ലഭിക്കുവാനായി മനസ്സിനെ ഉപയോഗിക്കുക. കരുത്തേറിയ ഒരു മനസ്സ് ശക്തമായ ശരീരത്തിന് വഴിയിടും. ജെമിനി ഓവർവ്യൂ. വളരെ പ്രയാസമേറിയതും ശല്യം പിടിച്ചതുമായ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റിയ സമയം ഇന്നാണ്. ഇത് വേദനകളെയും പ്രശ്നങ്ങളെയും പുറമേയുള്ള കാര്യങ്ങളെയും ലഘൂകരിക്കാനുള്ള സമയമല്ല. പ്രശ്നത്തിന്റെ മൂലകാരണം കണ്ടെത്താനുള്ള അവസരമാണ്. ഇത് പ്രയാസകരമായ പരിപാടിയാണ്. എന്നാൽ ഇത് പുതുതായും ആശ്വാസകരവുമായ അനുഭവം നൽകും. ജെമിനി റൊമാൻസ്.
നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ തിളക്കത്തിൽ മുങ്ങിത്താഴുക. ഇതിൽ നിങ്ങളുടെ പങ്കാളിയും കുടുംബവും പെടും. ഇന്ന് ഒന്നിച്ചുള്ള ഈ അടുപ്പം നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം സന്തോഷം കൊണ്ടുവരും. ആവോളം ആസ്വദിക്കുക, ചിരിക്കുക, പഴയ കാലങ്ങൾ ഓർക്കുക, ഭാവിയെക്കുറിച്ച് ആലോചിക്കുക. ഈ ദിനം തരുന്നതിൽ മുങ്ങിത്താഴുക. ജെമിനി. കരിയർ. നല്ല വിദ്യാഭ്യാസ പദ്ധതികൾക്കായി അല്ലെങ്കിൽ സ്കോളർഷിപ്പുകൾക്കായി വിദ്യാർത്ഥികളെ നിങ്ങൾ ഇന്ന് അപേക്ഷകൾ സ്വരുക്കൂട്ടിക്കൊള്ളൂ. അവസാന തീയതിയെന്നോർത്ത് ഇനിയും കാത്തിരിക്കാതെ ഇതിനായി ഇന്ന് തന്നെ ഇറങ്ങി പുറപ്പെടുക. ഇന്ന് ഇതിനായി ചെയ്യുന്ന പ്രവർത്തികൾ വളരെ സുഗമമായി പോകും. നിങ്ങൾക്ക് ഗുണവും ചെയ്യും. നല്ലത് വരട്ടെ. ജെമിനി. ഫൈനാൻസ്. ഇന്ന് നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടുമെന്ന് ഉറപ്പാണ്. നിങ്ങൾ ഉദ്ദേശിച്ച മിക്കവാറും എല്ലാ കാര്യത്തിലും ഇന്ന് പുരോഗതി കാണും. നിങ്ങളുടെ വരുമാന കാര്യത്തിൽ പുരോഗതിക്കായി നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. വരുമാനം കൂട്ടുന്നതിൽ ശ്രദ്ധ കൊടുക്കുക, ചിലവ് കൂട്ടുന്നതിലല്ല. മിതത്വമാണ് ജീവിത വിജയത്തിന് ആധാരം. കാരണം അത് ജീവിതത്തിന് ആവശ്യമായതെല്ലാം കൊണ്ടുതരുന്നതിനോടൊപ്പം വരുമാനവും കൂട്ടുന്നു. നിങ്ങൾ ശരിയായ ദിശയിലാണ്. അങ്ങനെ തന്നെ തുടരുക. ജെമിനി. ഹെൽത്ത്. ചർമ്മ സംബന്ധിയായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നു. ചർമ്മത്തിന് കേടുവരാതിരിക്കുവാനായി സൂര്യപ്രകാശത്തിൽ നിന്നും വിട്ടുനിൽക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ഇത് നിങ്ങളുടെ ചർമ്മത്തെ സംരക്ഷിക്കുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ ചർമ്മം ജ്വലിക്കുകയും ചെയ്യും. ക്യാൻസർ. ഓവർവ്യൂ. വീട്ടിലേക്കായി നിങ്ങൾ വാങ്ങിയ സാധനങ്ങളുടെ ലിസ്റ്റ് ഓർമ്മയുണ്ടോ? ഇന്ന് വീട്ടുകാര്യങ്ങളെല്ലാം പരിഹരിക്കാനുള്ള പറ്റിയ സമയമാണ്. നിങ്ങളുടെ സ്നേഹിതരെ നിങ്ങൾ സഹായിക്കുക. തുറന്ന മനസ്സോടെ അവസാന ദിനങ്ങൾ സന്തോഷവും സമാധാനവുമുള്ളമായി കാണപ്പെടും. ക്യാൻസർ. റൊമാൻസ്. ഒറ്റയ്ക്കുള്ളവർക്ക് ഇന്ന് പരസ്പരം കാണുവാനും കൂട്ടുകൂടുവാനും ഒട്ടേറെ ശൃംഗരിക്കുവാനും രസകരമായ കുറച്ച് സമയം ഒന്നിച്ച് ചിലവഴിക്കുവാനുമുള്ള അവസരം ലഭിക്കും. ഈ ഡേറ്റുകൾ വീട്ടിൽ നിന്നും ഒന്ന് പുറത്തു കടക്കുവാനും ദൈനംദിന ജീവിതത്തിന്റെ മുഷിച്ചിൽ നിന്നും ഒന്ന് രക്ഷപ്പെടുവാനുമായി ഉപയോഗിക്കുക. ഇത് ഒരു ജീവിതകാല ബന്ധമായി വളരുവാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ വളർത്തുവാൻ ഇത് സഹായിക്കും. ക്യാൻസർ. കരിയർ. നിങ്ങളുടെ സംഘാംഗങ്ങളുടെ പിന്തുണ ആവശ്യമായി വരും. അതുകൊണ്ട് സംഘത്തെ ശക്തിപ്പെടുത്താൻ ഒന്നിച്ചു ചേർക്കുകയും അവരുടെ പ്രചോദനശേഷി വർദ്ധിപ്പിക്കുകയും സംഘടിതമായ മീറ്റിംഗ് ഏവരെയും അണിചേർക്കുകയും ചെയ്യുക. അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നും പ്രതീക്ഷിക്കുന്നതെന്നും വിവരിക്കുകയും ജോലി പൂർത്തിയാക്കുന്നതിന് അവർക്ക് എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞ് പിന്തുണയ്ക്കുകയും ചെയ്യുക. നിങ്ങളെ സമീപിക്കുന്നവരെ നന്നായി പ്രശംസിക്കുകയും ചെയ്യുക. ക്യാൻസർ. ഫൈനാൻസ്. അവിചാരിതമായ ചില നേട്ടങ്ങൾ ഇന്ന് നിങ്ങൾക്കുണ്ടാകും. പുതിയ സാമ്പത്തിക ഇടപാടുകൾക്ക് മനം തുറന്നു വയ്ക്കുക. കാരണം ഈ നേട്ടം എവിടെ നിന്നുണ്ടാകുമെന്ന് പറയുക വയ്യ. കണ്ണും കാതും തുറന്നു വെച്ച് കഠിനാധ്വാനം ചെയ്യുന്നത് തുടരുക. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഗ്രഹങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കും. ക്യാൻസർ. ഹെൽത്ത്. ഇന്ന് നിങ്ങൾ ഒരു ഡോക്ടറെ സമീപിച്ച് ഒരു പൊതുപരിശോധന നടത്തണം. നിങ്ങൾക്ക് അസുഖമൊന്നുമില്ലായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ശരീരത്തിന്റെ പരിപാലനത്തിന് ആവശ്യമായത് ചെയ്യുവാൻ പറ്റിയ ദിനമാണ്. ഇന്ന് ഇതിലേക്കായി നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അത് ഭാവിയിൽ നിങ്ങൾക്ക് ഗുണകരമായി തീരുമെന്ന് കാണുന്നു. ലിയോ. ഓവർവ്യൂ. നിങ്ങളുടെ മുറികൾ ഇന്ന് നന്നായി അടയ്ക്കുക. താഴത്തെ നിലയാണെങ്കിൽ കൃത്യമായി അടയ്ക്കുകയും പൂട്ടുകയും ചെയ്തിട്ടുണ്ടെന്ന് 2 പ്രാവശ്യമെങ്കിലും നിരീക്ഷിക്കുക. നിങ്ങൾ ഭയന്ന് ജീവിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ദിവസം സുരക്ഷിത ബോധത്തിന്റെ അളവിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും. ലിയോ. റൊമാൻസ്. നിങ്ങളുടെ ഇഷ്ടപ്രാണനെക്കുറിച്ചുള്ള ചിന്തകൾ ഇന്ന് നിങ്ങളെ കൂടുതൽ അനുരാഗിയാക്കും. ഇത് വെറും അനുരാഗത്തിൽ നിന്നും ഒരായുഷ്കാല ബന്ധമാക്കി മാറ്റുവാനുള്ള സമയമായിരിക്കുന്നു. ബുദ്ധിഭ്രമത്തിൽ അകപ്പെടും മുമ്പേ ഈ ബന്ധത്തിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് തീർച്ചയുണ്ടാകണം. ഇത് നിങ്ങൾക്ക് യോജിച്ചതെന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ അത് ലോകസമക്ഷം എന്തുകൊണ്ട് വെച്ചുകൂടാ. ലിയോ. കരിയർ. നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിന് ഒരു അവസരം ലഭിക്കും എന്നതിനാൽ സർഗശക്തിയുള്ള വ്യക്തികൾ ഇന്ന് വിജയിക്കും. ഈ അവസരം കളഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിരിക്കും. നിങ്ങളുടെ ഭാവിയിലേക്കുള്ള വാതിലുകൾ തുറക്കുന്ന ഏത് അവസരവും പ്രയോജനപ്പെടുത്തുക. ഇന്ന് നിങ്ങളുടെ സഹായത്തിന് നിങ്ങളുടെ മികച്ച ചിന്തകൾ ഉണ്ടാവും എന്നതാണ് പ്രധാന വാർത്ത. ഇത് ചില ചെറിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങളെ പെട്ടെന്നുള്ളതും ശരിയായതുമായ തീരുമാനമെടുക്കാൻ സഹായിക്കും. ലിയോ. ഫൈനാൻസ്. സാമ്പത്തികമായി ഇന്ന് വിജയത്തിന്റെ ദിനമാണ്. നിങ്ങളുടെ പ്രയത്നങ്ങൾ പാഴായി പോകുന്നില്ലെന്ന് നിങ്ങൾ അറിയും. വരുമാനത്തിന്റെ കാര്യത്തിൽ ഇന്ന് നിങ്ങൾക്ക് ഒരു ബോണസ് അല്ലെങ്കിൽ ഒരു ഉയർച്ച ലഭിച്ചതായി നിങ്ങൾ അറിയും. ഈ പുരോഗതികൾ ആസ്വദിക്കുക. ഇവ നിങ്ങളുടെ ദീർഘകാല കഠിന പ്രയത്നത്തിന്റെ ഫലമാണ്. ലിയോ. ഹെൽത്ത്. ആരോഗ്യകാര്യത്തിൽ ഈയിടെയായി നല്ലതിനായുള്ള മാറ്റമുണ്ടാകും. അതിന് പ്രത്യേകിച്ച് കാണുവാനുമാകും. നിങ്ങളുടെ ആരോഗ്യം തികച്ചും നല്ല സ്ഥിതിയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദീർഘനേരവും കഠിനമായും ജോലി ചെയ്യുവാനാകുന്നു.
അടുത്തിടെയായി ആരോഗ്യ സംബന്ധിയായ കാരണങ്ങളാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി പൂർത്തീകരിക്കുവാൻ കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ അധ്വാനിച്ച് അവ പൂർത്തീകരിക്കുവാനാകും. നിങ്ങളുടെ താഴ്ന്ന മാനസിക പിരിമുറുക്കവും ഉയർന്ന ഊർജ്ജസ്ഥിതിയും ഉപയോഗിച്ച് കുറച്ചു സമയം പ്രവർത്തനോന്മുഖമാക്കുക, ആനന്ദിക്കുക, കൂട്ടുകൂടുക. Virgo, ഓവർവ്യൂ. ഇന്ന് ചെറിയ കാര്യത്തിനായി വീട്ടുകാരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകും. അവരുടെ അഭിപ്രായത്തിന് വിപരീതമായ അഭിപ്രായം വരുന്നതും പ്രബലമാകുന്നതും ഇന്നായിരിക്കും. ഇത് മൂത്തവരുടെ നെറ്റി ചുളുങ്ങുന്നതിന് കാരണമാകും. എന്നാൽ എല്ലാ സ്ഥലത്തും സമാധാനത്തോടെ കാത്തിരുന്ന് ചെയ്യുക. അത് എല്ലാവരുമായുള്ള സ്നേഹം വർദ്ധിപ്പിക്കും. Virgo, റൊമാൻസ്. ഇന്ന് ജീവിതത്തിന്റെ നാനാവശങ്ങൾ നിങ്ങളെ പല വഴിക്കും വലിക്കും. അതിൽ ജോലിഭാരവും നിങ്ങളുടെ ബന്ധങ്ങളും ഉൾപ്പെടും. നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്ക് വിശിഷ്ടപ്പെട്ടതും പ്രാധാന്യമുള്ളതുമാണെന്ന് അവരെ അറിയിക്കുക. ഇത് നിങ്ങൾ ഇരുവർക്കും കൂടുതൽ സംതൃപ്തിയും സന്തോഷവും നൽകും. ജോലിയിലും വ്യക്തിജീവിതത്തിലും ഒരുപോലെ മാനസിക പിരിമുറുക്കമുണ്ടെങ്കിൽ ജോലിക്ക് നൽകുന്ന അതേ പ്രാധാന്യം നിങ്ങളുടെ പങ്കാളിക്കും നൽകുക. Virgo, കരിയർ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് വളരെ ഗൗരവമായി എടുക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായഗതികൾ ഉയർത്തിപ്പിടിക്കേണ്ടുന്ന സമയവുമാണിത്. നിങ്ങൾക്ക് ചുറ്റിലുമുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ അവസരത്തിനല്ലേ നിങ്ങൾ കാത്തിരുന്നത്? Virgo, ഫൈനാൻസ്. ശോഭനമായ ഒരു വ്യാപാര അവസരം ഇന്ന് നിങ്ങളുടെ വാതുക്കൽ മുട്ടും. സാമ്പത്തിക വളർച്ചയ്ക്കായി അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അത് സ്വാധീനം ചെലുത്താവുന്ന ചില പുതിയ ബന്ധങ്ങൾ വളർത്തും. വ്യാപാരത്തിൽ ഒരു പുതിയ കൂട്ടുകെട്ടും നിങ്ങൾക്ക് ലാഭകരമാകും. അത് ശോഭനമായ വേതനലബ്ധിക്ക് ഉതകുന്നതിലുമുപരി നിങ്ങളുടെ വ്യാപാരം വിപുലപ്പെടുത്തുവാനും സഹായിക്കും. ഒരേ വിചാരധാരയിലുള്ളവരുമായി ഇടപഴകുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഗുണവുമുണ്ടാകും. അതിനാൽ അങ്ങനെയുള്ളവരുമൊത്ത് കൂട്ടുകൂടിയാൽ ഇരുവർക്കും ഗുണമുണ്ടാകും. Virgo, ഹെൽത്ത്. ഇന്ന് നിങ്ങൾ തലവേദനയാൽ ബുദ്ധിമുട്ടും. അമിത ആയാസം, ക്ഷീണം അല്ലെങ്കിൽ ഉത്കണ്ഠ എന്നിവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം കാരണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടൻ മനസ്സിന്റെ ആയാസം കുറയ്ക്കുന്ന ധ്യാനം അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസ വ്യായാമങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ട് ഇതിന്റെ കാഠിന്യം ഇടവേളകളും കുറയ്ക്കണം. Libra, ഓവർവ്യൂ. ഒരിക്കലും നിങ്ങളുടെ കൂട്ടുകാരുമായി തർക്കിക്കരുത്. ഏറ്റവും എളുപ്പവഴി സമാധാനത്തോടെ മനസ്സിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. നിങ്ങൾ കുഴപ്പം പിടിച്ച പ്രശ്നത്തിൽ ഏർപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ശാന്തനാവുക. ഏതെങ്കിലും തർക്കം നിങ്ങളിൽ ഹാനികരമായ പ്രശ്നങ്ങൾ മനസ്സിനെ കോട്ടം വരുത്തുന്നുവെങ്കിൽ പൂർണ്ണമായും ആ രീതിയിലുള്ള കലഹം ഒഴിവാക്കണം. Libra, റൊമാൻസ്. അനുരാഗത്തിന്റെ കാര്യത്തിൽ ഈയിടെ കുറച്ച് വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നുവെങ്കിൽ ഇന്ന് ചില ശുഭകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. തടസ്സങ്ങൾ മെല്ലെ നീങ്ങിപ്പോകും. പ്രധാനപ്പെട്ടതെന്തോ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നിങ്ങൾക്കാകും. അതായത് നിങ്ങളുടെ അടുത്ത ബന്ധങ്ങളിൽ ഇന്ന് അനാവശ്യമായി കോപിക്കരുത്. Libra, കരിയർ. അടുത്തയിടെ ജോലി നഷ്ടപ്പെട്ടവർക്ക് ഇന്ന് പ്രതീക്ഷയുടെ ഒരു കിരണമുണ്ടാകും. നിങ്ങളുടെ ഈ നഷ്ടം നിങ്ങൾക്ക് അത്ഭുതമുണ്ടാക്കിയെങ്കിൽ ഇന്നുണ്ടാകുന്ന ലാഭം അതിലും വലിയ അത്ഭുതമുണ്ടാകും. പുതിയ ജോലി സാധ്യതകൾ വിലയിരുത്തുവാനായി സമയം ചിലവിടുക. നിങ്ങളുടെ ഭാഗ്യം വീണ്ടും നിങ്ങളോടൊത്തുകൂടും. വരുന്നതിൽ നിന്നും ഏറ്റവും നല്ല അവസരം സ്വീകരിക്കുക. കൂടുതൽ കാത്തിരിക്കാതിരിക്കുക. Libra, ഫൈനാൻസ്. നിങ്ങൾക്കുള്ള കടബാധ്യതകളുടെ കണക്കെടുക്കുക. ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടെ. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള അമിത ഷോപ്പിങ്ങിനെ കുറിച്ച് ബോധമുണ്ടാകുക. ഈ സംവിധാനം ബുദ്ധിപൂർവം ഉപയോഗിക്കുക. നിങ്ങൾക്ക് ആകെയുള്ള കടബാധ്യത എങ്ങനെ കൊടുത്തു തീർക്കാമെന്നതിനെക്കുറിച്ച് ഒരു പദ്ധതി തയ്യാറാക്കുക. കടബാധ്യതകളെക്കുറിച്ച് സ്വയം ബോധമില്ലായ്മ ഒരിക്കലും നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. Libra, ഹെൽത്ത്. നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും അസുഖമുണ്ടാകുവാൻ സാധ്യതയുള്ള ദിനമാണ്. ഇപ്പോൾ കാണുന്ന ചുമ, ജലദോഷം എന്നിവയെ ശ്രദ്ധിക്കുക. കടുത്ത കാലാവസ്ഥകൾ, തണുത്ത പാനീയങ്ങൾ, അമിതമായി മധുരം എന്നിവയിൽ നിന്നും അവരെ അകറ്റി നിർത്തുക. ഈ വക ആരോഗ്യ ഉപദ്രവങ്ങളെ കണക്കിലെടുക്കുമ്പോൾ നിരോധനമായിരിക്കും പിന്നീട് ചികിത്സിച്ച് മാറ്റുന്നതിലും നല്ലത്. Scorpio, ഓവർവ്യൂ. കുടുംബം എന്ന നിലയിൽ കൊണ്ടുവരികയും സന്തോഷിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. ഇത് സന്തോഷിക്കാനുള്ള ദിവസം കുടുംബത്തിന്റെ ശക്തിയും ആർജവും വീണ്ടെടുക്കാനുള്ള അവസരമാണ്. Scorpio, റൊമാൻസ്. അടുത്ത കാലത്തായി ഒരാളെ നിങ്ങൾ അകലെ നിന്ന് അനുമോദിക്കുകയായിരുന്നുവെങ്കിൽ, നിങ്ങളുടെ മനസ്സിലുള്ളത് അവരോട് തുറന്നു പറയുവാൻ നാണമായിരുന്നുവെങ്കിൽ, ഹൃദയം തുറന്ന് സംസാരിക്കുവാൻ ഇന്ന് നിങ്ങൾക്ക് ധൈര്യം ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് അനുരാഗത്തിന്റെ കാര്യത്തിൽ പ്രയോജനപരമായ ദിനമാണ്. ഇതിൽ നിങ്ങൾക്ക് നിരാശയുണ്ടാകുവാൻ സാധ്യതയില്ല. എന്നിരുന്നാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രതികരണം എതിർഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ വല്ലാതെ നിർബന്ധബുദ്ധിയാകരുത്. Scorpio, കരിയർ.
നിങ്ങളുടെ ഔദ്യോഗിക മേഖലയിൽ നിന്നും കുറച്ചധികം ധനാഗമനത്തിനുള്ള മാർഗം ഇന്ന് നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഇത് നിങ്ങളിപ്പോൾ ചെയ്യുന്ന തൊഴിലിന്റെ ഒരു തുടർച്ച മാത്രമായിരിക്കാം, അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ തുടങ്ങുവാനുള്ള ഒരു അവസരം. രണ്ടായാലും അടുത്ത ഭാവിയിൽ നിങ്ങളുടെ പക്കൽ അത് പണമായി എത്തും. എന്നാൽ അതിൽ മതിമറക്കരുത്, കാരണം ഇത് ലഭ്യമാകണമെങ്കിൽ കഠിനാധ്വാനം ചെയ്തേ പറ്റൂ. സ്കോർപിയോ. ഫൈനാൻസ്. പണച്ചെലവിന്റെ വഴികൾ ഇന്ന് അടച്ചിടുക. അത്യാവശ്യം ബില്ലുകളല്ലാതെ ഇന്നൊന്നിനും ചിലവാക്കരുത്. നിങ്ങൾ നോക്കിവെച്ചിരിക്കുന്ന ഈ ഇലക്ട്രോണിക് ഉപകരണത്തിന് പുറകെ ഇന്ന് പോകരുത്, കാരണം നാളെ കുറച്ചു പണം കയ്യിൽ മിച്ചം വെച്ചിരുന്നുവെങ്കിലെന്ന് നിങ്ങൾക്ക് തോന്നും. സ്കോർപിയോ. ഹെൽത്ത്. ശാരീരിക സ്വാസ്ഥ്യം നിലനിർത്തുന്നതിനായി നിങ്ങളുടെ തിരക്ക് പിടിച്ച ജീവിത രീതിയിൽ നിന്നും വ്യായാമത്തിനായി കുറച്ച് സമയം കണ്ടെത്തിയേ മതിയാകൂ. കൂടുതൽ നേരം ഇരിക്കരുത്, അത് വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും. മടി വളർത്തുമെന്നതും അത് അനാരോഗ്യത്തിന് വഴിവെക്കുന്നുമെന്നും മനസ്സിലാക്കുക. ഉന്മേഷകരമായ ഒരു പുതിയ ജീവിതശൈലി വളർത്തുന്നത് കൂടുതൽ സ്റ്റാമിനയ്ക്കും ജാഗ്രതയ്ക്കും അതുവഴി നിങ്ങളുടെ ആരോഗ്യത്തിനും ഗുണകരമായ മാറ്റം നൽകുമെന്ന് മനസ്സിലാക്കുക. സജിറ്റേറിയസ്. ഓവർവ്യൂ. കൂട്ടുകാരിൽ നിന്നോ വീട്ടുകാരിൽ നിന്നോ ഒരു നല്ല വാർത്ത നിങ്ങൾക്ക് കേൾക്കാം. അതിനായി ചെവി കൂർപ്പിച്ചു വെക്കുക. ഇന്ന് നിങ്ങളുടെ വികാരം സാധാരണ നിലയിലായിരിക്കും. അതിനായി സന്തോഷത്തോടുകൂടി നിങ്ങളുടെ വികാരം കൂട്ടുകാരുമായി പങ്കുവെക്കുക. സജിറ്റേറിയസ്. റൊമാൻസ്. ഇന്ന് നിങ്ങളുടെ വികാരങ്ങൾ പങ്കാളിയോട് തുറന്ന് വ്യക്തമായി പറയുവാനുള്ള ദിനമാണ്. അത് അവർ എങ്ങനെ എടുക്കുമെന്നൊരു ചിന്തയുണ്ടെങ്കിൽ പറയുന്നതിനു മുമ്പായി അത് ഒരെഴുത്തിന്റെ രൂപത്തിൽ സമയമെടുത്ത് എഴുതുക. ഈ എഴുത്ത് കാര്യങ്ങൾ പറയുന്നതിന് ഒരു സഹായമായി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ എഴുത്ത് തന്നെ പങ്കാളിക്ക് കൊടുക്കുക. അതേസമയം നിങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നുവെന്നും ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഇടയ്ക്ക് കയറി വരാം. സജിറ്റേറിയസ്. കരിയർ. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഒരവസരം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഇത് നിങ്ങളിപ്പോൾ വസിക്കുന്നിടത്തു നിന്നും വളരെ അകലെയായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടേക്ക് മാറി താമസിക്കേണ്ടി വന്നേക്കാം. എന്നാൽ ഇത് സ്വീകരിക്കുന്നതിൽ നിന്നും മടിക്കരുത്. ഇത് നിങ്ങളുടെ ഔദ്യോഗിക രംഗത്ത് നിന്ന് പല മാറ്റങ്ങളും വരുത്തും. സജിറ്റേറിയസ്. ഫൈനാൻസ്. സ്വയം സന്തോഷിപ്പിക്കുക എന്നതാണ് നിങ്ങൾക്ക് പ്രധാനം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ ചീത്തയാക്കുവാനുള്ള ഒരവസരവും ഇന്ന് നഷ്ടപ്പെടുത്തത്തില്ല. ഇത്രയും കാലത്തെ കഠിനാധ്വാനത്തിന് നിരന്തര പരിശ്രമത്തിനും ശേഷം നിങ്ങളത് അർഹിക്കുന്നുമുണ്ട്. മുന്നോട്ടു പോയി അതിൽ വ്യാപൃതനാകുക. എന്നാൽ അമിത വ്യയത്തിൽ കടം വരുത്താതെ സൂക്ഷിക്കുക. സജിറ്റേറിയസ്. ഹെൽത്ത്. നല്ല ആരോഗ്യം, വ്യായാമം എന്നിവയെ സംബന്ധിച്ച ജീവിതക്രമത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നത്തെ ദിനം ശരിയായ പാതയിൽ സഞ്ചരിക്കുവാനുള്ളതാണ്. ഈയിടെയായി നിങ്ങൾ ശരിയായ പാതയിൽ തന്നെയാണ്. ഇത് തുടരുക. ഈയിടെയായി നിങ്ങൾ കൂടുതൽ മധുരമുള്ള ഭക്ഷണങ്ങളും ലഘു ആഹാരങ്ങളും കഴിക്കുന്നു. അതിൽ നിന്നും വിട്ട് ആഹാരകാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തുവാനുള്ള ദിനം കൂടിയാണ്. കാപ്രിക്കോൺ. ഓവർവ്യൂ. നിങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ലാത്ത കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഈ അടുത്ത കാലത്തുണ്ടായ സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ഉപദേശകന്റെ സഹായത്തോടെ അത് മറികടക്കാൻ സഹായിക്കും. അതിനാൽ നീ കാര്യങ്ങൾ എല്ലാം നല്ലപോലെ മനസ്സിലാക്കുകയും അതുമാത്രമല്ല ഈ സമയമാണ് നിങ്ങൾക്ക് അറിയാവുന്നതും നിങ്ങളെ സംരക്ഷിക്കുന്നതുമായ ആളുകളുടെ ഉപദേശം തേടേണ്ടത്. നിങ്ങളുടെ മുൻപോട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ഈ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. ഭയപ്പെടേണ്ട കാര്യമില്ല. കാപ്രിക്കോൺ. റൊമാൻസ്. അനുരാഗത്തിനായി ഒരു പങ്കാളിയെ വിജയമില്ലാതെ നിങ്ങൾ കുറച്ചു കാലമായി അന്വേഷിക്കുകയായിരുന്നുവെങ്കിൽ ഇന്ന് ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. ഈ രംഗത്ത് ശുഭകരമായ വികാസങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നു. നിങ്ങൾ നേരത്തെ ഉപേക്ഷിച്ച ഉപാധികൾ എടുക്കൂ. എല്ലാ വഴികളും വീണ്ടും തിരഞ്ഞ് പുതിയ മാർഗദർശനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുക. നിങ്ങളുടെ കണ്ടുപിടുത്തത്തിൽ നിങ്ങൾ ആശ്ചര്യപ്പെട്ടിരിക്കാം. കാപ്രിക്കോൺ. കരിയർ. പുതിയ പദ്ധതികൾ വരുവാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ദിനം നിങ്ങൾക്ക് വളരെ രസകരമായിരിക്കും. പ്രതീക്ഷിക്കാത്തത് പ്രതീക്ഷിക്കുക. ഒരു പുതിയ വ്യാപാരമോ പ്രോജക്റ്റോ അവിചാരിതമായ ഒരിടത്തു നിന്ന് കയറി വരും. ഈ സാധ്യതയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ആലോചിക്കണം. ഒന്നുമില്ലെങ്കിലും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനെങ്കിലും ഇത് സഹായകരമാകും. ഭാവിയിൽ അത് ഉപകാരപ്പെടുകയും ചെയ്യും. കാപ്രിക്കോൺ. ഫൈനാൻസ്. പണം ഉണ്ടാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ്. ഒന്നിനു പുറകെ ഒന്നായി പല തടസ്സങ്ങളും നിങ്ങൾക്കുണ്ടാകും. വ്യാപാരത്തിൽ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. പല തടസ്സങ്ങളും ഇന്ന് നിങ്ങൾ നേരിടും. വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ കരാറുകളും മറ്റും ഇന്നത്തെ ദിനത്തിൽ ഒപ്പുവെക്കാതിരിക്കുക. ഇന്നതിൽ ഒപ്പുവെക്കുകയാണെങ്കിൽ അത് പിന്നീട് നിങ്ങളെ അലട്ടുന്നതായി വരും. കാത്തിരിക്കുവാൻ ശ്രമിക്കുക. കാപ്രിക്കോൺ. ഹെൽത്ത്. നിങ്ങൾ ഉയർന്ന അല്ലെങ്കിൽ താഴ്ന്ന രക്തസമ്മർദ്ദത്തിന്റെ അസുഖമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. ജീവിതചര്യകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തി നിങ്ങളുടെ സ്ഥിതിയെ കൂടുതൽ മെച്ചമുള്ളതാക്കുക.
നല്ല ചിഹ്നങ്ങൾ എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ശരിയായ മാർഗത്തിലാണെന്ന് കാണിക്കുന്നു. ഇന്ന് ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക. Aquarius. ഓവർവ്യൂ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വീട്ടിലുള്ളവരുടെ സപ്പോർട്ട് പ്രധാന പങ്കുള്ളതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും കുഴയ്ക്കുന്ന സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ളവരെ വിളിക്കുക. അവർ നിങ്ങളെ സഹായിക്കും. എന്തെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്നവർ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് തീർച്ചയായും കൊടുക്കണം. നിങ്ങൾക്ക് വേണ്ടതാണെങ്കിലും അത് കൊടുക്കണം. നിങ്ങൾ ആവശ്യങ്ങൾ പറയുന്നതിന് നാണക്കെടേണ്ട കാര്യമില്ല. വീട്ടുകാരോടും ബന്ധുക്കളോടും നല്ല രീതിയിൽ സംസാരിച്ചിട്ടേ ഒരു ദിവസം കഴിയാവൂ. Aquarius. റൊമാൻസ്. ഇന്ന് പങ്കാളിയിൽ നിന്നും ഒരു അവിചാരിത സമ്മാനം ലഭിക്കുകയും അവരുടെ നല്ല മനസ്സിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ അത്ഭുതപ്പെടുകയും അത് നിങ്ങളുടെ മനസ്സിൽ കൊള്ളുകയും ചെയ്യും. ഈ സ്നേഹത്തിന്റെ ഊഷ്മളത അനുഭവിക്കുകയും അത് തിരികെ നൽകുകയും ചെയ്യുക. നിങ്ങളുടെ പരസ്പര ബന്ധത്തിലേക്ക് കുറച്ച് പ്രയത്നം കൂടി ഇറക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്നേഹമുള്ള ആ പങ്കാളി എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് കാണുക, ആസ്വദിക്കുക. Aquarius. കരിയർ. തൊഴിൽപരമായി ഫലം തരുന്ന ഒരു ദിവസമാണ് ഇന്ന്. നിങ്ങൾ കഠിനമായി അധ്വാനിക്കുന്ന ഒരു പദ്ധതിയിൽ നിങ്ങൾക്ക് ലാഭം കാണാൻ സാധിക്കും. താഴേക്കിടയിലുള്ളവരെ കൂടുതൽ സഹായിക്കും. മൊത്തത്തിൽ നിങ്ങളുടെ തൊഴിൽ മേഖല ശരിയായ ദിശയിലേക്ക് നീങ്ങുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിനുള്ള മുന്നേറ്റത്തിനായുള്ള ശ്രദ്ധാകേന്ദ്രം നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ നിർവഹണം ആളുകൾ നിരീക്ഷിക്കുകയും യഥാസമയം നിങ്ങൾക്ക് വളരെ കൂടുതൽ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. Aquarius. ഫൈനാൻസ്. ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുക. നല്ല ലാഭമുണ്ടാകുമെന്ന് കാണുന്നു. പെട്ടെന്ന് പണമുണ്ടാക്കുവാനുള്ള പദ്ധതികൾക്ക് പുറകെ പോകാതിരിക്കുക. പകരം നല്ല നിക്ഷേപങ്ങൾ ചെയ്യുക. എടുക്കാവുന്ന റിസ്ക് എത്രയെന്ന് അളന്ന് അതിനനുസരിച്ച് നിക്ഷേപിക്കുക. 10 വർഷത്തിൽ നിങ്ങൾ ഈ നിക്ഷേപം ചെയ്തതിൽ നിങ്ങൾ സന്തോഷിക്കും. Aquarius. ഹെൽത്ത്. ദഹനക്കേടിനും തലവേദനയ്ക്കും സാധ്യത കാണുന്നതിനാൽ ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഇതിനെ വർദ്ധിപ്പിക്കാവുന്നതെന്തായാലും അതിൽ നിന്ന് പിന്തിരിയുക. അതേസമയം ആരോഗ്യത്തെക്കുറിച്ച് അനാവശ്യ വേവലാതിയും ഒഴിവാക്കുക. അമിതമായ വേവലാതി മാനസിക പിരിമുറുക്കം വർദ്ധിപ്പിക്കും. അതുവഴി തലവേദനയെയും. മനസ്സിനെ ശാന്തമാക്കി വെക്കുക എന്നതാണ് സ്വാസ്ഥ്യത്തിനുള്ള എളുപ്പവഴി. അങ്ങനെയെങ്കിൽ നിങ്ങൾ അറിയും മുമ്പേ നിങ്ങളുടെ തലവേദനയും വയറിന്റെ അസ്വസ്ഥതയും മാറും. Pisces. ഓവർവ്യൂ. തൊഴിൽപരമോ വിദ്യാഭ്യാസപരമോ ആയ യാത്ര ചെയ്യേണ്ടി വരും. ഫലപ്രദമായ ഈ യാത്രകൾ ആനന്ദകരമാക്കാൻ കഴിയും. നല്ല ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തുന്നത് നന്നായിരിക്കും. Pisces. റൊമാൻസ്. നിങ്ങളുടെ പങ്കാളിക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ സത്യമായും നിങ്ങൾ തേടുന്ന ദിനമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഗുണങ്ങൾക്കായി ആവശ്യമില്ലാത്തിടത്തൊക്കെ തിരയുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധമാകുക. എന്നിട്ട് ദീർഘകാല ബന്ധത്തെക്കുറിച്ച് ആലോചിക്കുക. നിങ്ങളെ ബഹുമാനിക്കുകയും വരും വർഷങ്ങൾ നിങ്ങൾക്ക് സന്തോഷം പകരുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുക. Pisces. കരിയർ. ഫലപ്രദമായ ഒരു പ്രകടനം കാഴ്ചവെക്കുവാനുള്ള സമയമായിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ ഒരു പ്രസന്റേഷൻ നൽകുന്നുണ്ടായിരിക്കാം. അത് ഫലപ്രദവുമാകാം. ആരും അഥവാ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും മനം മടുപ്പരുത്. ദീർഘകാലത്തിൽ ഇതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. നിങ്ങളുടെ മേലാളന്മാർ നിങ്ങളെ ആത്മാർപ്പണമുള്ള വ്യക്തിയെന്ന നിലയിൽ കാണും. നിങ്ങൾ ഏതെങ്കിലും സാങ്കേതിക രംഗത്താണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് എല്ലാം സുഗമമായി പോകുവാനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ കൈവരിക്കാനും സാധ്യതയുണ്ട്. Pisces. ഫൈനാൻസ്. സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, അതായത് ബാങ്ക്, ഇൻഷുറൻസ് അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെടേണ്ടി വരുന്ന ദിനമാണിന്ന്. കുറച്ച് സമയമെടുത്ത് നിങ്ങളുടെ സാമ്പത്തിക പ്ലാനിംഗ് അല്ലെങ്കിൽ ബജറ്റിംഗ് ശ്രദ്ധിക്കുക. കൂടാതെ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെ ബാധിക്കാവുന്ന അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യുന്ന സ്ഥാപനങ്ങളുമായി ചർച്ച ചെയ്യുക. Pisces. ഹെൽത്ത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾക്ക് ഇന്ന് എന്തെങ്കിലും അസുഖങ്ങളുടെ ബുദ്ധിമുട്ടലുകൾ ഉണ്ടാകാം. അവരോടൊത്ത് നിൽക്കുക. അവർക്ക് എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും ചെയ്തു കൊടുക്കുക. അതിൽ കൂടുതലായി വൈകാരികമായും അവർക്ക് കൂടെയുണ്ടാകുക. അവരെങ്ങനെ പറയില്ലായിരിക്കാം.